ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ ചേച്ചിയുടെ മോളുടെ കല്യാണമായിട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല കല്യാണം, ആന്ധ്രയത്തെ പോലെയാണ് കല്യാണം കേട്ടോ. അപ്പോൾ കല്യാണ ദിവസം ഒരുപാട് ചടങ്ങുകളുണ്ട്. ഒത്തിരി ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കല്യാണപ്പണികൾ തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നേരത്തെ എണീച്ചു കേട്ടോ. നേരത്തെ എണീച്ചിട്ട് ദേ അമ്മാവൻ ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ശിവേട്ടന് ചെയ്യാൻ പാടില്ല, അച്ഛൻ മരിച്ചുകൊണ്ട് തന്നെ ശിവേട്ടനൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ശിവേട്ടൻ്റെ അനിയനാണ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അച്ഛൻ മരിച്ച ഒരു വർഷം തികയാണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ശിവേട്ടൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അനിയച്ചാരാണ് മെയിൻ ആൾ കേട്ടോ. അപ്പോൾ അനിയച്ചാർ ചെയ്യാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കല്യാണ പെണ്ണിനെ ഇങ്ങനെ ഇരുത്തിയിട്ട് ഒരു തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിരുത്തി. പിന്നെ നമ്മൾ നെല്ലില്ലേ, അവൾ ആദ്യം നമ്മൾ തുണി വിരിച്ചിരുത്തി. അതിനുശേഷം അവളുടെ കയ്യിൽ പണ്ടുതാമ്പൂലം കൊടുത്തു, അതായത് വെറ്റില, അടയ്ക്ക, പഴമൊക്കെ കൊടുത്തു. എന്നിട്ട് അവളെ അവിടെ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുത്തി. അതിനുശേഷം ഇങ്ങനെ നെല്ലെടുത്തിട്ട് 3 പ്രാവശ്യം അമ്മാവൻ ഇങ്ങനെ വട്ടത്തിരിയണം, അതായത് ഇങ്ങനെ കറങ്ങണം. വട്ടത്തിട്ട് കറങ്ങണം കേട്ടോ. അതായത് ചുറ്റണം. ചുറ്റി വന്നിട്ട് ആ നെല്ലൊക്കെ അവിടെ ഇട്ടിട്ട് അതിനുശേഷം അവളുടെ കയ്യിലും കാലിലും നഖം വെട്ടുന്ന ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പം നഖം ഇങ്ങനെ നമ്മൾ ചടങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കയ്യത്തെയും കാലത്തെയും വെട്ടണം. അപ്പം നമ്മുടെ ഉണ്ണിച്ചാര് ചെയ്യുകയാണ് അത് കേട്ടോ. ഉണ്ണിയേട്ടനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അങ്ങനെ നഖമൊക്കെ വെട്ടി അതിന് ശേഷമാണ് ഇനി അടുത്ത ചടങ്ങുകൾ തുടങ്ങും കേട്ടോ. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നതും കാണുന്നതും. ഇവിടെ വന്നിട്ട് കുറേ വർഷങ്ങളായിച്ചാലും ഞാൻ ആകെ ഇവിടെ വന്നിട്ട് 2 കല്യാണത്തിനേ പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 2 കല്യാണ ദിവസം നമുക്ക് നേരത്തെ കല്യാണ പെണ്ണിൻ്റെ വീട്ടിൽ നേരത്തെ ഉള്ള ചടങ്ങുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പോയിരിക്കുന്നത് 2 ചെക്കന്മാരുടെ കല്യാണത്തിനാണ്, പെണ്ണുങ്ങളുടെ അല്ല. അത് നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാണ് സമയത്താണ് പോവാറ്. അതായത് അതെ, ഊണ് കഴിക്കാറുടെ സമയത്ത് തന്നെ പോകാറ് കേട്ടോ. കാരണം ഇവിടുത്തെ കല്യാണം ഒരു 3-4 മണിക്കൂർ പണി ഉണ്ടാവും കേട്ടോ. കല്യാണ മണ്ഡപത്തിൽ കയറിയിരുന്നാലും ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമ്മൾ ആ ഊണ് കഴിക്കാറുടെ സമയത്തേക്ക് തന്നെയാണ് എല്ലാവരും, അതായത് പുറമേ ഉള്ള ആൾക്കാരൊക്കെ ആ സമയമാകുമ്പോഴേക്കേ പോകുള്ളൂ. കാരണം ഈ 4-5 മണിക്കൂറൊന്നും ആരും അങ്ങനെ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയമാവാറാണ് പോവാറ്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ആ താലി കെട്ടുന്ന ആ സമയമാകുമ്പോഴേക്കും അവിടെ എത്തും. താലി കെട്ടി ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് പോരും. അല്ലാണ്ട് ഇങ്ങനെ ചടങ്ങുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു കൗതുകമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അനിയച്ചാർ നഖമൊക്കെ വെട്ടി. പിന്നെ ചേച്ചി വന്നിട്ട് അവൾക്ക് ആദ്യം കുങ്കുമം കൊണ്ട് പൊട്ട് വെച്ച് കൊടുത്ത്, പിന്നെ ഇങ്ങനെ കഴുത്തിൻ്റെ 2 അതായത് കവിളിൽ, കഴുത്തിൽ, നെറ്റിയിൽ, കയ്യിലൊക്കെ ചന്ദനം ഇങ്ങനെ തേച്ച് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുപയർ പൊടി ഉണ്ടല്ലേ, അതും ഇങ്ങനെ കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കും. പിന്നെ അക്ഷന്തൽ, അതായത് നമ്മുടെ അരി അറിയാലോ, മഞ്ഞ കളറുള്ള അരി, അക്ഷന്തലും എന്ന് പറയുമല്ലോ. അപ്പോൾ ആ അരി അങ്ങനെ ചേച്ചി ഇട്ട് കൊടുക്കും. അപ്പോൾ ചേച്ചിയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തു, പിന്നെ അനിയത്തി ചെയ്തു. ഇത് നമ്മുടെ അനിയൻ്റെ ഭാര്യയാണ്, അതായത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും നാട്ടിൽ ഒരേ സ്ഥലത്താണ്. എന്താണ് അറിയില്ല, ഞങ്ങൾക്ക് കല്യാണത്തിന് മുന്നേ തന്നെ പരിചയമുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും ഞങ്ങൾ 2 പേരും ഏട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യമാരായിട്ട് വന്നു കേട്ടോ. അതൊരു ഭയങ്കര ട്വിസ്റ്റല്ലേ, കല്യാണത്തിന് മുന്നേ ഒരേ നാട്ടിൽ. ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെയും അനിയൻ്റെയും ഭാര്യമാരായിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനിയത്തി ചെയ്തു, അവളും ഇതുപോലെ എല്ലാം ചെയ്തിട്ട് നമ്മൾ അക്ഷന്തലിട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ നഖം വെട്ടൽ ചടങ്ങ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും, അതായത് ഞാനും ചേച്ചിയും അനിയത്തിയും കൂടെ നമ്മളിങ്ങനെ അവളുടെ തലയ്ക്ക് പൈസ ഒഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇടും. അത് ഈ നഖം വെട്ടണ ആ ഒരു ഇതുണ്ടാവില്ലേ, ഒരാൾ, അതായത് നഖം വെട്ട് അനിയനാണ് വെട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഒരാളുണ്ടാവും, അയാൾ കൊണ്ടുപോകും തോന്നുന്നു ആ പൈസയൊക്കെ. അത് ഞാൻ കണ്ടില്ല കേട്ടോ. ആ പൈസ എന്നിട്ട് എന്താ ചെയ്ത്, അയാൾ കൊണ്ടുപോകും തോന്നുന്നു, ഞാൻ കണ്ടില്ല. എന്താ ചില്ലറ പൈസയാണ് കേട്ടോ ഒഴിയേണ്ടത്. അത് ഞാൻ എന്താ ചെയ്തതെന്ന് കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മഞ്ഞൾ കുത്തുമ്പോൾ നമ്മൾ ഒലക്ക കൊണ്ടല്ലേ കുത്തിയത്. അപ്പോൾ ആ ഒലക്ക ആ വീട്ടിൽ തന്നെ വെക്കണം. അത് കഴിഞ്ഞിട്ട് പാലുണ്ടാവില്ലേ, പാലിങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ ഈ ഒലക്കയുടെ അടിയിൽ ഇങ്ങനെ നമ്മൾ പാലിങ്ങനെ വെറ്റിലയും കൊണ്ട് ഈ പാലിങ്ങനെ ഇതാക്കും. അത് കഴിഞ്ഞിട്ട് അവളുടെ ശരീരത്തിൽ ഇങ്ങനെ ആ ഒലക്കയും കൊണ്ട് ആദ്യം ഇങ്ങനെ 2 സൈഡ് ഇങ്ങനെ കുത്തും. അത് കഴിഞ്ഞ് പിന്നെയും പാല് തേച്ചിട്ട് പിന്നെയും 2 സൈഡ് ഇങ്ങനെ ഒലക്കയും കൊണ്ട് ഇങ്ങനെ അവളെ മേത്ത് ഇങ്ങനെ തൊടുട്ടോ. അപ്പോൾ അതൊരു ആചാരമാണ്. ഈ ഒലയ്ക്ക നമ്മൾ കല്യാണത്തിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് കല്യാണത്തിൻ്റെ എന്ത് പണികൾ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ടോളൂ കേട്ടോ. പസുപ്പ് കുത്തൽ പറഞ്ഞിട്ടുണ്ട്. പസുപ്പ് പറഞ്ഞ മഞ്ഞളാണ്. അപ്പോൾ മഞ്ഞൾ, ഉണക്കമഞ്ഞൾ നമ്മൾ ആട്ടുകളിലിട്ട് കുത്തിയ ഒലക്കയാണിത്. ഈ ഒലക്ക കല്യാണം കഴിഞ്ഞിട്ടും 16 ദിവസം വരെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം കേട്ടോ. അതായത് പിന്നെ ഒലക്ക നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നമ്മൾ അടുത്തുനിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുമല്ലോ. അപ്പോൾ ഒരിക്കലും നമ്മൾ അവർക്ക് തിരിച്ച് അപ്പോൾ കൊടുക്കരുത്. നമ്മൾ ഈ മഞ്ഞൾ കുത്താൻ കൊണ്ടുവന്ന പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞ് 16 ദിവസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ഇവിടെ കല്യാണം കഴിഞ്ഞ് 16 ദിവസം കഴിഞ്ഞാൽ ഭയങ്കര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒലക്കയും കൊണ്ടൊക്കെ നമ്മളിങ്ങനെ കുത്തി അതിന് ശേഷം എണ്ണ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ
കുറച്ച് എണ്ണ എടുത്തിട്ട് അവളുടെ നെറുകിൽ ഒന്നിങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു കേട്ടോ. നല്ല രസമുണ്ടല്ലേ ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കാണാൻ. ഒരുപാട് സമയം കേട്ടോ. കല്യാണവും അങ്ങനെ തന്നെയാണ്. ഒത്തിരി സമയം പിടിക്കും കല്യാണം കേട്ടോ. നമ്മൾ സാധാരണ വരും, താലി കെട്ടും, എണീക്കും, ഭക്ഷണം കഴിക്കും, വീട്ടിൽ പോവും. പൊതുവേ നമ്മളെ കല്യാണങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാരതി എടുക്കുകയാണ്. അപ്പോൾ ഞാനും ചേച്ചിയും അനിയത്തിയും കൂടെ ഞങ്ങൾ 3 ആളും കൂടെയാണ് അവൾക്ക് ഹാരതി എടുത്തത്. അപ്പോൾ ഞാൻ ഫോൺ അങ്ങോട്ട് അപ്പൂൻ്റെ കയ്യിൽ കൊടുത്തോണ്ട് കേട്ടോ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ മറഞ്ഞത്. അപ്പോൾ നമ്മുടെ അനിയൻ അതായത് ചേച്ചിയുടെ മോനാണ്, പ്രിയങ്കയുടെ അനിയനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹാരതി എടുത്തു. സാധാരണ ഹാരതി എടുക്കുമ്പോൾ പാട്ടൊക്കെ പാടും. നമുക്ക് പാട്ടൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ പാട്ടൊന്നും പാടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ആ ഹാരതി എല്ലാവർക്കും ഇങ്ങനെ, അതായത് അവൾക്ക് ഇങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ചടങ്ങുകളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നേരത്തെ ചെക്കൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല, നമ്മുടെ കയ്യിൽ അങ്ങനെ ഇല്ല. ചില ഇവിടെ ഉണ്ടാവും അല്ലേ, കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ, നമുക്കറിയില്ല. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ഇട്ടിട്ടാണ് കല്യാണമൊക്കെ നടക്കുക, അങ്ങനെയും കുറേ ഉണ്ട്. ഞങ്ങളുടെ കയ്യിൽ അങ്ങനെയല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ കല്യാണ ഡ്രസ്സൊക്കെ എടുക്കുക. ഇപ്പോൾ ചിലവരിൽ ചെക്കൻ്റെ അവർ കൊണ്ടുവരും, അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ആന്ധ്രയിലും അങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വേഗം പോയി പ്രിയങ്ക കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും പ്രിയങ്കയുടെ അമ്മയമ്മ വന്നു. ആ നീല സാരി പ്രിയങ്കയുടെ അമ്മയമ്മയാണ് കേട്ടോ, ഗൗതമിൻ്റെ അമ്മയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കുറേ പേര് വന്നു. അവൻ്റെ അമ്മ, വല്യമ്മ, അമ്മായി, അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പെട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെട്ടി കൊണ്ടുവരുമെന്ന് പറയും. കല്യാണ ദിവസം രാവിലെ ചെക്കൻ്റെ അമ്മ മരുമകളെ കാണാൻ വരണം കേട്ടോ, അതായത് അമ്മായിയമ്മ മരുമകളെ കാണാൻ വരണം. പെട്ടി നിറയെ സാധനങ്ങളുമായിട്ടാണ് അമ്മായിയമ്മ വരിക. അപ്പം അങ്ങനെ പ്രിയങ്കയ്ക്ക് ഇടാനുള്ള ഒരു സാരി കൊണ്ടുവന്നു. കല്യാണ സാരിയും കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം ഒരു സാരി, ബ്ലൗസ്, അതിനനുസരിച്ച് വള, മാല, കമ്മൽ, അങ്ങനെയൊക്കെ ആദ്യം കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇവൾ കുളി കഴിഞ്ഞിട്ട് സാധാരണ സാരി ഉടുത്തിരിക്കുകയല്ലേ, ഇനിയിപ്പോൾ അമ്മായിയമ്മ കൊണ്ടുവന്ന, അതായത് ഇപ്പോൾ അവളുടെ കയ്യിൽ കൊടുത്ത ആ സാരി ഉടുത്തിട്ട് വീണ്ടും അവൾ വരണം. പാവം കുട്ടി ഒരു ദിവസം എത്ര സാരി ഉടുക്കണം എന്നറിയോ. ഇപ്പോൾ തന്നെ ആദ്യം നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ഒരു ഡ്രസ്സ് ഇട്ടു, അത് കഴിഞ്ഞ് കുളിച്ച് വന്നു, ഇപ്പോൾ സാരി എടുത്തു. ഇനി ഈ ചടങ്ങുകൾ കഴിഞ്ഞാൽ വേറൊരു സാരി എടുക്കണം. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകുമ്പോൾ വേറൊരു സാരി, അത് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു സാരി. പാവം ഒത്തിരി സാരികൾ ഇവിടെ ഉടുക്കണം കേട്ടോ. പക്ഷെ ഭയങ്കര രസമല്ലേ, ഒരുപാട്. സത്യം പറഞ്ഞാൽ ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെയാണ്, പണ്ടൊക്കെ പറഞ്ഞാൽ ഉത്സവം പോലെയാണ് ഇവിടുത്തെ പരിപാടികൾ കേട്ടോ. ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന കുറേ കാര്യങ്ങളും വ്രതങ്ങളും വഴിപാടുകളും, അങ്ങനെ കുറേ വഴിപാട് മീൻസ് കുറേ അവർ പൂജയൊക്കെ ചെയ്യിക്കും, ചെക്കനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും അമ്പലത്തിൽ പൂജയൊക്കെ ചെയ്യിക്കും. അപ്പം അങ്ങനെ പ്രിയങ്കയ്ക്ക് കൊടുത്ത സാരി എടുത്തിട്ട് പ്രിയങ്ക അടുത്ത് വേഗം പോയിട്ട് സാരി മാറ്റിയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ അവരെന്താ കുറേ വെറ്റില, പിന്നെ നമ്മുടെ ഉണക്കമഞ്ഞൾ, കൊട്ടത്തേങ്ങ അറിയാലോ, ഉണക്കത്തേങ്ങ കേട്ടോ, ഞങ്ങൾ കൊട്ടത്തേങ്ങ എന്നാണ് പറയുക. അപ്പോൾ ഉണക്കത്തേങ്ങ, വെറ്റില, മഞ്ഞളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഇനി ഇവളുടെ കൈ കൊണ്ട് ഇവളിങ്ങനെ കലർത്തിയിട്ട് തിരിച്ച് അവർ തന്നെ കൊണ്ടുവന്നാണ് പറഞ്ഞത്. അതെന്തോ ഒരു ചടങ്ങാണ്, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ചേനയില്ലേ, ചേനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഇരിക്കുന്നത് ചേനയാണ് കേട്ടോ. ചേന, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഉണ്ട്. ചേനയൊക്കെ എന്തിനാന്ന് നമുക്കറിയില്ല. ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ട് അവളിങ്ങനെ എല്ലാം കൂടി കൂട്ടി കലർത്തിയിട്ട് പിന്നെ അവർ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അനിയത്തി ചോദിക്കേണ്ടത് എന്താണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞു കന്തയാണ് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചേന എന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിക്കുകയാണ്. ചേനയോ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പ്രിയങ്കയുടെ അമ്മായിയമ്മ കൊടുത്ത സാരി. അപ്പോൾ അവൾ വേഗം സാരി മാറ്റി വന്നു. ഇനി സാരി മാറ്റി വന്നിട്ട് ഇനി ഒരു ജാക്കറ്റ് തുണി അവളുടെ മടിയിൽ വെച്ച് കൊടുത്തിട്ട് ഇനിയും കുറേ സാധനങ്ങൾ അതന്നെ നമ്മളെ കലർത്തിയില്ലേ, മറ്റേ വെറ്റില, കൊട്ടത്തേങ്ങ, മഞ്ഞൾ, അതൊക്കെയാണ് ഇനി അവളുടെ മടിയിൽ വെച്ച് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മളെല്ലാവരും അതായത് ആ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ അക്ഷന്തൽ ഇടണം കേട്ടോ. അക്ഷന്തൽ ഇട്ടിട്ട് പൊട്ടൊക്കെ വെച്ചിട്ട് അവളെ അനുഗ്രഹിക്കണം. അപ്പോൾ അവർ ആ അതായത് വളയൊക്കെ ഇട്ട് കൊടുത്തു അവരുടെ അമ്മ വന്നിട്ട്. പിന്നെ ആ വെറ്റില അവളെ കൊണ്ട് തന്നെ കലർത്തി. അത് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു പാനകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ഈ പാനകം കുടിക്കണം. പാനകം വെള്ളം അറിയാമല്ലോ, ശർക്കരയും ഏലക്കൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കില്ലേ പാനകം. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് പാനകം കൊണ്ടുവരാൻ. ഇത് വളയൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അവരെല്ലാവരും ആ പാനകം കുടിക്കണം കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് പാനകമൊക്കെ എടുത്തിട്ട് വന്നു. അപ്പോൾ അവർ പറയണേ രാവിലെ തന്നെ വെറും വയറ്റിൽ ഓരോ ഗ്ലാസ് ഒന്നും വേണ്ട, കുറച്ച് മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പാനകമാണ് അവർ കുടിച്ചുള്ളൂ. കാരണം രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ. ഞാനെല്ലാം വേഗം പോയിട്ട് ഒരു ഗ്ലാസ് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അയ്യോ വേണ്ട, കുറേശ്ശെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേശ്ശെ പാനകമൊക്കെ വന്നവർക്കൊക്കെ നമ്മൾ പാനകം കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും കുടിച്ചു കുറച്ചേന്ന്. പിന്നെ കല്യാണ മണ്ഡപത്തേക്കും അങ്ങനെ കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ നമ്മൾ വലിയൊരു ബോട്ടിൽ തന്നെ രണ്ട് ബോട്ടിൽ
പാനകം കലക്കിയിട്ട് പിന്നെ നമ്മൾ കല്യാണ മണ്ഡപത്തേക്കും കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ എന്തിനാണ് പാനകം കുടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അറിയില്ല, അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐതിഹ്യം ഉണ്ടാവും. അത് ഞാൻ ചോദിച്ചില്ല കേട്ടോ, നമുക്ക് അങ്ങനെ ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ, എന്തിനാണ് പാനകം കുടിച്ചു എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതൊരു ചടങ്ങാണെന്ന് തോന്നുന്നു, കാരണം അവർ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചടങ്ങ് കഴിയുമ്പോഴേക്കും പാനകം കലർത്തി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാനക വെള്ളമൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയി, അവർ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും ആ പാനകം കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് പ്രിയങ്കയുടെ കയ്യിൽ നിന്ന് ചേച്ചിയും ശ്രീദേവി ചേച്ചിയും, അപ്പുറത്തുള്ള ചേച്ചിയുടെ പേര് ശ്രീദേവി ചേച്ചിയാണ് കേട്ടോ. ശ്രീദേവി ചേച്ചിനെ എൻ്റെ വീഡിയോസിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, അതാണ് ശ്രീദേവി ചേച്ചി. എൻ്റെയും ശ്രീദേവി ചേച്ചിയുടെയും പേര് ഒരേപോലെയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ പറയാറില്ലേ, അജിത ഹരിത എന്നൊക്കെ പറയാറില്ലേ, അവരുടെ അമ്മായിയമ്മയാണ് ശ്രീദേവി ചേച്ചി കേട്ടോ. ശ്രീദേവി ചേച്ചിയുടെ 2 മരുമക്കളാണ് അജിതയും ഹരിതയും കേട്ടോ. ഭയങ്കര സ്നേഹമാണ് ശ്രീദേവി ചേച്ചിക്കും മരുമക്കളെ. ഞാൻ എപ്പോഴും പറയും ശ്രീദേവി ചേച്ചീൻ്റെ ഒരു മാതൃകയാക്കണം അമ്മായിയമ്മയ്ക്ക്, കാരണം എവിടെ പോകുമ്പോഴും ശ്രീദേവി ചേച്ചിയാണ് അവരുടെ മരുമക്കളേനെ ഒരുക്കുക, തലയൊക്കെ കെട്ടിക്കൊടുക്കും, സാരിയൊക്കെ കൊടുത്ത് കൊടുക്കും, പൂവൊക്കെ വെച്ച് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ശ്രീദേവി ചേച്ചീനെ, കാരണം അമ്മമാരും കൂടെ ചെയ്യാത്ത പോലെയാണ് ശ്രീദേവി ചേച്ചി നോക്കുക അവരുടെ മരുമക്കളേനെ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാരണം ഇങ്ങനെയല്ല സാരി കൊടുക്കുക, അങ്ങനെ പൂ വയ്ക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ശ്രീദേവി ചേച്ചി കേട്ടോ. ഞാനിവിടെ നല്ല കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ അനിയത്തിയും അവിടെ എന്തൊക്കെയോ ചെയ്യുകയാണ് അനിയത്തി കേട്ടോ, ഭയങ്കര ബിസിയാണ് എല്ലാവരും, ഓരോരോ പണികളിൽ എല്ലാവരും ബിസിയാണ്. അപ്പോൾ അനിയത്തി എല്ലാവർക്കും വന്നവർക്കെല്ലാം പണ്ട് താമ്പൂലം കൊടുക്കുകയാണ്. അതായത് ഈ വന്ന മുത്തൈതു പറഞ്ഞ അറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവുള്ള, അതായത് നമ്മൾ എന്താ പറയുക, സുമംഗലികളുള്ള സ്ത്രീകളാണ് ഇങ്ങനെ വരിക. അപ്പോൾ അവർക്ക് നമ്മൾ ഇങ്ങനെ മുത്തൈതു എന്ന് പറയും കേട്ടോ, ഇവിടെ മുത്തൈതു എന്ന് പറയും. അപ്പോൾ അവർക്ക് നമ്മൾ പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പണ്ട് താമ്പൂലം കൊടുക്കണം. വെറ്റില, പഴം, ജാക്കറ്റ് പീസ്. അപ്പോൾ വന്നവർക്കെല്ലാം ചേച്ചി ഓരോ ജാക്കറ്റ് തുണിയും അതിൻ്റെ മേലെ വെറ്റില വെച്ചിട്ട് പഴം അടക്കി അങ്ങനെയൊക്കെ ചേച്ചി എല്ലാവർക്കും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി എടുത്തിട്ട് കൊടുത്തു. ചേച്ചി ഇങ്ങനെ പൊട്ട് വെച്ച് കൊടുത്തു, അനിയത്തി പഴം എടുത്ത് കൊടുത്തു, ഞാൻ ജാക്കറ്റ് തുണി എടുത്ത് കൊടുത്തു. ഓരോരുത്തരും ഓരോ പണിയിൽ ഭയങ്കര ബിസി ആട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഒരുങ്ങാൻ എന്ന് പറഞ്ഞിട്ടാണതോ അനിയച്ചാർ എല്ലാം നോക്കി നിൽക്കുക കേട്ടോ. അനിയൻ്റെ കൂടെയുള്ളത് അനിയൻ്റെ മോളാണ്, ലച്ചുവാണേ. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് അവർ. ചേച്ചി പാവം നോക്കും, ഭയങ്കര ടെൻഷനാണ് ചേച്ചിക്ക്. ഇതൊക്കെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ, നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കില്ല കല്യാണ സമയത്തൊക്കെ, നമ്മളും ടെൻഷനായിരിക്കും, നമ്മുടെ അമ്മ അച്ഛനൊക്കെ പറയുകയും വേണ്ട. അപ്പോൾ ചേച്ചി ഭയങ്കര ടെൻഷനാണ്. ഇതാണ് നമ്മുടെ ക്യാമറാമാനൊക്കെ എൻ്റെ ചാനൽ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി, അവിടുത്തെ ക്യാമറാമാൻ സബ്സ്ക്രൈബ് ചെയ്തു, പിന്നെ അവിടെ മറ്റേ മേളം വായിക്കാൻ വന്ന 2-3 പേര് സബ്സ്ക്രൈബ് ചെയ്തു. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഞാനിപ്പോൾ നന്ദി പറഞ്ഞാലും അവർക്കൊന്നും മനസ്സിലാവില്ല ഞാൻ എന്താ പറഞ്ഞത്, തെലുങ്കല്ലേ, അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. എന്നാലും അവരോടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും പണ്ട് താമ്പൂലം കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി അവർ അവളുടെ തലയിൽ അക്ഷന്തലിടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അക്ഷന്തലിടണം കേട്ടോ. വീഡിയോ കുറച്ച് വലുതാണ്, അപ്പം നിങ്ങൾ ക്ഷമിക്കണം, കാരണം നമ്മൾ പെടപെടയെന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു ചടങ്ങും കാര്യങ്ങളും പറയുമ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് കാണിച്ച് മനസ്സിലാക്കി തരണ്ടേ. സത്യം പറയുന്നത് ഭയങ്കര ഒരു രസമല്ലേ ഇങ്ങനെ കാണാനും, അല്ലേ? നമ്മൾ അറിയാത്ത കുറേ ചടങ്ങുകളും കാര്യങ്ങളും നമുക്കിങ്ങനെ കേൾക്കണ സമയത്ത് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ശ്രീദേവി ചേച്ചി പ്രിയങ്കയോട് ഇങ്ങനെ എന്തോ പറഞ്ഞിട്ട് അങ്ങനെ പ്രിയങ്കയ്ക്ക് പിന്നെ പൊട്ടൊക്കെ വെച്ച് കൊടുത്തു. ശ്രീദേവി ചേച്ചിയാണ് ഇപ്പോൾ ഇവിടുത്തെ വലിയ ആൾ കേട്ടോ, വലിയ മുത്തൈത് വേണം. കാരണം വലിയ മുത്തൈത് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച് ഇങ്ങനെ ഭർത്താവൊക്കെ ആയിട്ട് കുറേ വർഷങ്ങൾ ജീവിക്കുന്നവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർ ഇവിടെ പറയും പെദ്ദ മുത്തൈതു എന്ന് പറയും. അവർക്ക് ഭയങ്കര പ്രാധാന്യമാണ് ഇവിടെ കേട്ടോ, കാരണം എല്ലാ ചടങ്ങുകൾക്കും അവരെ വിളിക്കും. വയസ്സായിട്ട് ഇങ്ങനെ പൊട്ടും പൂവൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഐശ്വര്യമാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ചടങ്ങിനും അവരായിരിക്കും മെയിൻ കേട്ടോ. ഇവിടെ വയസ്സായവരിങ്ങനെ ഭയങ്കര മെയിനാണ്, പക്ഷെ അവർ ഭയങ്കര ചന്തമാണ് കാണാൻ, അല്ലേ? അത്രയും വയസ്സായിട്ട് ശ്രീദേവിയുടെ കാര്യമില്ല കേട്ടോ, പൊതുവേ വയസ്സായ ആൻറ്റിമാരൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ഇങ്ങനെ നിറയെ പൊട്ടൊക്കെ വെച്ച് അങ്ങനെ വരുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അവരുടെ അനുഗ്രഹം ഇവിടെ ഉള്ളവർ പെട്ടെന്ന് വാങ്ങും കേട്ടോ, അവരനുഗ്രഹിച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാങ്ങും. ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവരും അക്ഷന്തലിട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെക്കൻ്റെ വീട്ടിലുള്ളവർ ഇട്ടിട്ട് വേണം പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരിടാൻ. അപ്പോൾ ആദ്യം തന്നെ ചെക്കൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഇട്ടു, അക്ഷന്തലിട്ട് കഴിഞ്ഞിട്ട് ഇനി അത് കഴിഞ്ഞിട്ട് ശ്രീദേവി ചേച്ചി നമ്മളിങ്ങനെ ചന്ദനം ഇങ്ങനെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന ഒരു അക്ഷന്തലിട്ട്. പ്രിയങ്ക നോക്ക് പാവം അല്ലേ, അവൾക്കാകെ ചിരിക്കണോ, ഭയങ്കര ടെൻഷൻ, അതിന് മുഖം നോക്ക് പാവം ടെൻഷൻ. കാരണം നേരെ നമ്മൾ ഇറങ്ങണം പറഞ്ഞിട്ട് പാവം രാത്രി 12:30 വരെ ഡാൻസ് ഉണ്ടായിരുന്നു, സംഗീതം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കല്യാണ ദിവസം രാത്രി 12:30 വരെ നമ്മൾ മണ്ഡപത്തിലായിരുന്നു. അവിടെ നിന്ന് ഡാൻസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും 1 മണിയായി. പിന്നെ 3-3:30 ആകുമ്പോഴേക്കും നമ്മൾ എണീച്ചു. 1 മണിക്ക് കിടന്നാലും ഉറക്കം വരില്ലല്ലോ നമുക്ക്, അയ്യോ നാളെ എത്ര മണിക്ക് എണീക്കണം എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ ആകുമ്പോൾ ഉറക്കം വരില്ലല്ലോ. പിന്നെ 3:30 ആകുമ്പോഴേക്കും നമ്മളൊക്കെ എണീച്ചു.
ചടുപിട് ചടുപിട് സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. അയ്യോ ഇപ്പം 3:30 കാരണം ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴേക്കും നമ്മളൊക്കെ കുളിച്ച് റെഡി ആയിട്ടിരിക്കണം. പിന്നെ നേരത്തെ വരും. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ ശിങ്കാരിമേളം ഏൽപ്പിച്ചിട്ടുണ്ട്, അവർ വരും. ശിങ്കാരിമേളം കാണണം, ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞ് രാത്രി ഉറക്കേ വന്നില്ല കേട്ടോ. ഞാനും അനിയത്തി കുറേ നേരം വർത്താനം പറഞ്ഞു. ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് വന്നിട്ടും ഞാനും അനിയത്തിയും കൂടെ കുറേ സമയം വർത്താനം പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയമാകുമ്പോഴാണ് ഞങ്ങൾ ഉറങ്ങിയത് തന്നെ. ഏകദേശം ഉറങ്ങിയത് ഒരു മണിക്കൂർ എങ്ങാനും ഉറങ്ങിയിട്ടുണ്ടാവും. പിന്നെ നേരത്തെ എണീച്ച് കുളിയും ജപമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് ഒരുങ്ങണം കേട്ടോ. അപ്പം ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ല. ഞങ്ങളിങ്ങനെ എൻ്റെ ഡ്രസ്സ് മൊത്തം മഞ്ഞളായിട്ടോ. എവിടെ നിന്നായിന്ന് അറിയില്ല. വെള്ള ഡ്രസ്സല്ലേ, വെള്ള ഡ്രസ്സിൽ മൊത്തം മഞ്ഞളായി. ഞാൻ വീട്ടിൽ വന്നിട്ട് എന്തോരം പ്രാവശ്യം ഇട്ട് ഉരച്ചെന്നറിയും. ഉരച്ചിട്ടാണ് മഞ്ഞൾ പോയത്. ഇത് എവിടെ നിന്ന് മഞ്ഞളായിന്ന് അറിയില്ല. ശ്രീദേവി ചേച്ചി നോക്കിയൊക്കെ. അപ്പോൾ ശ്രീദേവി ചേച്ചി ആദ്യം അങ്ങോട്ട് പോകും. ചേച്ചിയുടെ കഴിഞ്ഞിട്ട് ശ്രീദേവി ചേച്ചി പൊട്ട് വെച്ചു, ഇതാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആരാ ഞാൻ തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ അനിയത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് അജിത വന്ന് വെച്ചു കേട്ടോ. ഇത് ചേച്ചിയുടെ അമ്മായിയമ്മയാണ്, പ്രിയങ്കയുടെ അച്ചമ്മയാണ് കേട്ടോ. അപ്പം അങ്ങനെ പ്രിയങ്കയുടെ അച്ചമ്മയും വന്നിട്ട് അക്ഷന്തലിട്ടു. എൻ്റെ കഴിഞ്ഞപ്പോൾ അതായത് പ്രിയങ്കയുടെ അച്ചമ്മയും വന്നിട്ടു. അത് കഴിഞ്ഞിട്ട് അനിയത്തി കുട്ടിയിട്ടു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അജിതേനെ കാണിച്ചു തരാം കേട്ടോ. അജിത അവിടെ ബാക്കിലാണ്. അജിതയായിട്ട് കുറേ സെൽഫി എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, സമയം കിട്ടിയില്ല. ഓരോരോ ടെൻഷനിൽ സമയം കിട്ടില്ല. ഞാനും അനിയത്തി എന്നെ കിട്ടുന്ന അവസരത്തിലാണ് ഞങ്ങളുടെ ഓരോ ഫോട്ടോസ് എടുത്തത്. കാരണം ഇങ്ങനെയൊക്കെയുള്ള സമയത്തല്ലേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കാണാം. ഇതാണ് അജിത കേട്ടോ. അപ്പോൾ അജിത വന്നിട്ട് ഹരിത പിന്നെ അക്ഷന്തലിട്ടില്ല. ഒരു കണക്കുണ്ടാവും, 5 പേര് 7 പേര് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അജിതയും കൂട്ടിയിട്ട് നമ്മൾ 5 പേരായിരുന്നു. അപ്പോൾ അങ്ങനെ അജിത വന്നിട്ട് അക്ഷന്തലിട്ടു കേട്ടോ. ഇതാണ് നമ്മുടെ അജിത. ഇവരൊക്കെ പിന്നെ നേരത്തെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനും അനിയത്തിയും ചേച്ചിയും ഒന്നും റെഡി ആയിട്ടില്ല. അജിതയും ഹരിതയും ശ്രീത ചേച്ചിയും ഒക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രിയങ്കയ്ക്ക് പിന്നെ ബ്യൂട്ടീഷ്യൻ വരും. പിന്നെ അവളുടെ പണികളും അങ്ങനെ നടക്കും. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ വേഗം എപ്പോഴാണ് ഞങ്ങൾ റെഡി ആവേണ്ട എന്നുള്ള തിരക്കിൽ നിൽക്കും. കാരണം സാരിയെ കൊടുത്ത് വരുമ്പോഴേക്കും സമയം പിടിക്കില്ല. ചുരിദാറാണെങ്കിൽ ഒറ്റ ഇറക്കി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. സാരി ആകുമ്പോൾ ഭയങ്കര പ്രയാസമല്ലേ. പിന്നെ ആ കട്ടിലിമ്പിൽ അങ്ങോട്ട് ഇരുന്നിട്ട് എണീക്കാൻ പാടാണ്. ഈ മടക്ക് കട്ടിലല്ലേ, അപ്പോൾ എണീക്കാൻ പാടാണ്. നമ്മളൊരാൾ പിടിച്ചാലേ എണീക്കാൻ പറ്റുള്ളൂ. മടക്ക് കട്ടിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണമാണ് കേട്ടോ. നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഉഴുന്നുവട, പിന്നെ ഇഡ്ഡലി, പിന്നെ പൊങ്കൽ, സാമ്പാർ, ചട്നി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊങ്കലൊന്നും കഴിച്ചിട്ടില്ല. ഇഡ്ഡലി പിന്നെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല, കാരണം ഇവിടുത്തെ റവ ഇഡ്ഡലിയാണ്. അപ്പോൾ റവ ഇഡ്ഡലി എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ റവ ഇഡ്ഡലി കഴിച്ചിട്ടില്ല. ഞാൻ 2 ഉഴുന്നുവടയും ആ സാമ്പാറും കൂട്ടി അങ്ങോട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സുന്ദരി മണികളാണ് കേട്ടോ. ഇവരൊക്കെയാണ് ശിങ്കാരിമേളം കൊട്ടാൻ വന്നിരിക്കുന്നത്. ചെറിയ മക്കളാട്ടോ, ഒക്കെ 9ലും 10ലൊക്കെ പഠിക്കുന്ന പിള്ളേരാണ്. സത്യം പറഞ്ഞാൽ ഇവരെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നിയിട്ട്, കുഞ്ഞു മക്കളല്ലേ. അപ്പം ഞാൻ അവരുടെ പോയിട്ട് നന്നായിട്ട് പരിചയപ്പെട്ട് ഭക്ഷണം കഴിക്കൂ എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും ഇങ്ങോട്ട് ഭക്ഷണം കഴിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷണമൊക്കെ പറഞ്ഞു അടിപൊളി ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാനും എൻ്റെ കെട്ടിയവനും കുറേ വീഡിയോസും സെൽഫിയും പാലോട് നോക്കുന്നു. ഉണ്ട്
చేసింది ఎంతసేపు చేసింది నేను పాస్లో పెట్టి చేశానంట. నేను నిన్నే అట్లాగే చేశాను. ఆ డాన్స్ మొత్తం చేశాను.
പ്രിയങ്ക വരണോ? വിളക്ക് വരുന്നു. നിക്ക നീ ഫ്രണ്ടിൽ വന്നോ? വിളക്കവിടെ വിളക്ക് മുമ്പിൽ പോട്ടോ. ഒരു മിനിറ്റ് നിൽക്കും, ഒരു മിനിറ്റ് ക്രമപ്രകാരം പഞ്ചലോക്യം കറക്റ്റായിരുന്നത്. ഇങ്ങനെ Thank you.
భజతే గట్టి మేడం మాంగళ్యం తత్వనానేన మమ జీవహేతునా కంఠే వత్తావి సుభగే త్వజ్జీవ శరదాం శతః మాంగళ్యనామోత్తస్సు ముహూర్తస్సు సుముహూర్తకాలే సూర్యాదేవానమనం రామత్యంతానుకూలితా సిద్ధిరస్తు
చెప్పలేదు కదా ఎవరు లోపలికి వెళ్ళి కూర్చుంటున్నారు. మాకు కూడా వెనక్కి అలాగే వేస్తారు. మన ఆంధ్ర వాళ్ళు అందరూ వేస్తారు. మగ పిల్లడికి పై పంచి అంటారు దాన్ని. അപ്പോൾ ഇത് പ്രിയങ്കയുടെ കാലിൽ മിഞ്ചി ഇട്ട് കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെയാണ് മിഞ്ചി ഇട്ട് കൊടുക്കുന്നത്. കാലിനകത്ത് മിഞ്ചി ഇട്ട് കൊടുത്തു. മിഞ്ചി പറഞ്ഞാൽ അറിയാമല്ലോ, മെറ്റൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അങ്ങനത്തെ അമ്മായിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇട്ട് കൊടുത്തു, മിഞ്ചി ഇട്ട് കൊടുത്തു. അതൊരു ചടങ്ങാണ് കേട്ടോ. അമ്മായി മിഞ്ചി ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ മിഞ്ചി ഇട്ട് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഞാനൊക്കെ മിഞ്ചി ഇടുമ്പോൾ ശിവേട്ടനാണ് ഇട്ട് തന്നത്. കാരണം നമുക്ക് അറിയില്ലല്ലോ ചടങ്ങുകളൊന്നും. അപ്പോൾ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരാണ് ഇട്ട് തന്നേക്കണേ. പക്ഷെ ചടങ്ങെന്ന് പറയുമ്പോൾ കല്യാണ ദിവസം അമ്മായി ഇട്ട് കൊടുക്കണം എന്നാണ് പറയാം കേട്ടോ. എനിക്കിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യത്തെയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്തായാലും ആദ്യത്തെ അടിപൊളിയായിട്ട് ഇട്ടൊക്കെ കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് പോവാം. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ രജിത ചേച്ചിയുടെ വീഡിയോസ് ഇടയിൽ കൂടെ ഒരു മിന്നാട്ടം ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നമുക്ക് രജിത ചേച്ചി ഉണ്ടായിരുന്നു. രജിത ചേച്ചീനെ ഞാൻ ഇതിന് മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ രജിത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി സദ്യയായിരുന്നു. സദ്യയിൽ ഏറ്റവും ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാക്കലയിൽ ഭക്ഷണമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓരോ തരം സ്വീറ്റ്സ് കൊണ്ടുവച്ചു കേട്ടോ. അതേ പറഞ്ഞാൽ എനിക്ക് സ്വീറ്റ് കണ്ടാൽ തന്നെ പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നില്ല. എനിക്ക് മധുരം ഇഷ്ടമാണ്. പക്ഷേ എന്തെങ്കിലും ഒരെണ്ണം കഴിക്കുമ്പോഴേക്കും പിന്നെ അങ്ങോട്ട് വായ അങ്ങോട്ട് മട്ടയ്ക്കും. പിന്നെ ചോറൊന്നും ഉണ്ണാൻ പറ്റില്ല. അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു അത് കഴിക്കുക, ഇത് കഴിക്കുക, ആ സ്വീറ്റ് കഴിക്കുക, അതിൽ മുക്കി കഴിക്കുക, ഇതിൽ മുക്കി കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു അയ്യോ ഇത് കഴിച്ചാൽ ചോറുണ്ണാൻ പറ്റില്ല ശിവേട്ട, കാത്തിരുന്ന ചക്ക ബിരിയാണി വരുന്നുണ്ട്. ബിരിയാണിയുടെ റൈസ് ഒന്നും കഴിച്ചില്ലെങ്കിലും കുറേ ചക്കയുടെ കഷ്ണം എടുത്ത് കഴിക്കണം. കാരണം ചക്കയൊന്നും കിട്ടാനേ ഇല്ല ശിവേട്ടാന്നും പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ചക്ക ബിരിയാണിക്ക് നോക്കിയപ്പോൾ ഒരു കഷ്ണമാണ് എൻ്റെ ഇലയിൽ ഇടിച്ചക്കയുടെ കഷ്ണം കിട്ടിയത്. ഇത് കണ്ടതും എനിക്ക് അറ്റാക്ക് വന്നു. ഒന്നും നോക്കിയില്ല. വിളമ്പുന്ന ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, 2-3 കഷ്ണം കൊണ്ടുവരൂ ചേട്ടാ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ബേസണിൽ വേറെ കഷ്ണങ്ങളൊന്നുമില്ല. നല്ല ചേട്ടനായതുകൊണ്ട് ചേട്ടൻ ആദ്യമേ പോയിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് കൊണ്ട് തന്നു കേട്ടോ. നാണക്കടൊന്നും വിചാരിച്ചില്ല. ആ കഷ്ണങ്ങളൊക്കെ വാരി വലിച്ച് കഴിച്ചു. അങ്ങനെ ചക്ക ബിരിയാണി അങ്ങോട്ട് മൊത്തം ഇല തുടച്ച് കഴിച്ചു. സ്വീറ്റ് 2 വായ എടുത്ത് നോക്കി, ഭയങ്കര മധുരം. പൊതുവേ സ്വീറ്റ് മധുരമാണ്. പക്ഷേ ഇത് ഒടുക്കത്തെ മധുരമായതുകൊണ്ട് സ്വീറ്റ് അവിടെ മാറ്റി വെച്ച് ചോറിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. കറികൾ ഇങ്ങനെ ഒന്നിൻ്റെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പപ്പടമൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. പപ്പടമൊന്നും കഴിക്കാൻ തോന്നിയില്ല. കാരണം സമയം അപ്പോഴേക്കും 3 മണി കഴിഞ്ഞു. 3-3:30 ആയപ്പോഴേക്കും വിശപ്പൊക്കെ ഒന്ന് പോയി. പിന്നെ നമ്മുടെ ചക്ക ബിരിയാണി കഴിച്ചതും വേറെ ഒന്നും വേണ്ട. എന്തൊക്കെ ഐറ്റംസാണ് നോക്ക്, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ചമ്മന്തി ഉണ്ട്, പിന്നെ വഴുതിരിങ്ങ നോക്കുക, വഴുതിരിങ്ങയുടെ ഉള്ളിൽ മസാല നിറച്ചിട്ട് വഴുതിരിങ്ങ ഉണ്ട്, പിന്നെ പരിപ്പുണ്ട്, പിന്നെ അമരക്കുപ്പേരി ഉണ്ട്, വെളുത്തുള്ളിയും അണ്ടിപ്പരിപ്പും കൂടിയുള്ള അച്ചാറാട്ടോ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. വെളുത്തുള്ളിയും അണ്ടിപ്പരിപ്പും കൂടെ അച്ചാറ്. ഞാനത് 2-3 പ്രാവശ്യം കഴിച്ചു കേട്ടോ. പിന്നെ ചോറ്, സാമ്പാർ, പരിപ്പ്, പിന്നെ മറ്റേ കട്ട്ലേറ്റ്, പിന്നെ കൊണ്ടാട്ടമുളക്. ഞാൻ എൻ്റെ 2 കൊണ്ടാട്ടമുളകും തിന്ന് അനിയത്തിയുടെ ഇലയിൽ നിന്ന് അനിയത്തിക്ക് വേണ്ട പറഞ്ഞപ്പോൾ അവിടെ നിന്ന് 2 കൊണ്ടാട്ടമുളകും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ ഇലയ്ക്ക് നോക്കിയപ്പോൾ ചേച്ചി വെളുത്തുള്ളി അച്ചാറ് കഴിച്ചിട്ടേ ഇല്ല. വീണ്ടും അത് കഴിച്ച് ഇനി ഒന്നും വേണ്ട. പിന്നെ 2-ാമതും 3-ാമതും ചോറൊന്നും വേണ്ട. ഉള്ള ചോറ് തന്നെ, ആ ഒരു കയ്യിൽ ചോറ് തന്നെ അങ്ങോട്ട് കഴിച്ചു. അണ്ടിപ്പരിപ്പ് എല്ലാം മാറ്റി വെച്ചു. ആ സാധനം എനിക്ക് കണ്ണു വെച്ചാൽ കണ്ടുകൂടാ. ഇതാണ് എൻ്റെ ഇലയുടെ അവസ്ഥ. പിന്നെ ഐസ്ക്രീമും കിള്ളിയും ഞാൻ വെറുതെ വിട്ടില്ല. ഐസ്ക്രീമിനും കിള്ളിയും തിന്നു, ചോറും കഴിച്ചു. ഇത്തിരി ചോറേ കഴിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് പ്രിയങ്ക ചെക്കൻ്റെ വീട്ടിലോട്ട് പോയി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പ്രിയങ്കയുടെ കല്യാണം കഴിഞ്ഞു. പ്രിയങ്ക പോയി ലച്ചും കിച്ചും അവരെ യാത്രയാക്കി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും തിരിച്ചെത്തി. ബായ്.